അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു ബേസിക്സ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യണത്. ഒരു ആഫ്റ്റർ എഫക്ട്സ് അറിയാത്തവർക്കും നമ്മുടെ ലൈവ് കാണുന്നതിൽ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാവാത്തവർക്കൊക്കെ ഒരു ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ചെയ്യുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ചെറിയൊരു ഷോർട്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യണത് ഇപ്പം ലേറ്റസ്റ്റ് ആഫ്റ്റർ എഫക്ട്സ് 2025 വെർഷനാണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് തുറന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു സ്ക്രീനാണ്, അതൊരു UI ആണ്. ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസ് ആണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യം കാണുന്ന ന്യൂ പ്രൊജക്റ്റ്, നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത്. താഴെ ഓപ്പൺ പ്രൊജക്റ്റ് ഉണ്ട്. ഹോം എന്ന് പറഞ്ഞാൽ നേരെ വീണ്ടും നമ്മൾ ഈ സ്ക്രീനിനെയാണ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ റീസെൻ്റിൽ നമുക്ക് താഴെ കാണാം, നമ്മൾ ലാസ്റ്റ് ചെയ്ത കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ ആയിരിക്കും ഇവിടെ കാണാം. നമ്മൾ ഫസ്റ്റ് ആദ്യം ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നൊരു വിൻഡോ ആണ്. ഇതാണ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ പ്രൊജക്റ്റ് പാനലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്രൊജക്റ്റ് പാനലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഫൂട്ടേജുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. വീഡിയോസ് ആയാലും ഇമേജസ് ആയാലും ഫയലുകളെല്ലാം നമുക്ക് കോമ്പോസിഷൻ എല്ലാം കാണിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിലെ പ്രൊജക്റ്റ് വിൻഡോയിലാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ എഫക്ട്സ് കൺട്രോൾ ഓപ്ഷൻ കാണാം. എഫക്ട്സ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എഫക്ട്സുകളുടെ സെറ്റിങ്സ് വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ആയിരിക്കും. പിന്നീട് മുകളിലായിട്ട് നമുക്ക് മെനു ബാർ, ഇതാണ് മെനു ബാർ. അതിന് തൊട്ട് താഴെ ടൂൾസ് കാണാം. ഇതാണ് നമ്മുടെ സ്ക്രീൻ. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യണതിൻ്റെ ഔട്ട്പുട്ട്, വ്യൂസ്, എല്ലാ കാര്യങ്ങളും കാണുന്നത്. താഴെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അതിന് ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് നമുക്കൊരു ലെയർ ബേസ് വർക്കിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഇമേജോ വീഡിയോ ഒക്കെ ഇട്ട് അതെല്ലാം ഓരോ ലെയറുകളായിട്ടായിരിക്കും വരിക. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ സൈസിനോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ഔട്ട് എടുക്കണതിൻ്റെ എന്നാൽ റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കണതിൻ്റെ ഔട്ട്പുട്ട് ഏത് സൈസിലായിരിക്കണം എന്നുള്ളതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് നമുക്കൊരു കോമ്പോസിഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് ഫയലുകൾ. അതിനുള്ള ഒന്നാമത്തെ ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ന്യൂ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കോമ്പോസിഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ന്യൂ കോമ്പോസിഷൻ കാണാം, അല്ലെങ്കിൽ Ctrl+N കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്ട് പാനലിൻ്റെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമ്പോസിഷൻ്റെ ഐക്കണ്ട്, ഇതാണ് ക്രിയേറ്റ് ന്യൂസ് കോമ്പോസിഷൻ എന്നുണ്ടോ. ഇതുവഴിയും നമുക്ക് കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കോമ്പോസിഷനിൽ വന്നു, ജസ്റ്റ് ഒരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നൊരു സ്ക്രീനാണ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പോസിഷൻ്റെ നെയിമാണ്, നമ്മൾ എന്താണ് നമ്മുടെ പ്രൊജക്റ്റ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ പേര് നമുക്ക് ഇവിടെ കോമ്പോസിഷന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ നമുക്ക് പ്രീസെറ്റ്സ് ഏതാണ് നമുക്ക് സൈസ് വേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് HD ഉണ്ട്, പിന്നെ 4K, 8K, പിന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റ് റിലേറ്റഡ് വന്ന സൈസുകളുണ്ട്. അങ്ങനെ പല 2K, 4K അങ്ങനെ പല സൈസുകളുണ്ട്. നമുക്ക് ഇതിനകത്ത് ഏത് സൈസാണോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ പിന്നെ വരുന്നതാണ് ഫ്രെയിം റേറ്റ്. നമ്മൾ നോർമൽ മോഷൻ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രെയിം റേറ്റ് 24 ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ അനുസരിച്ച് ഫ്രെയിം റേറ്റ് മാറും. ചിലത് നമ്മൾ 50 FPS ഷൂട്ട് ചെയ്യണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് FPS എന്ന് പറഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നതാണ് ഫ്രെയിം റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 24 കൊടുക്കുന്നു. തൊട്ട് താഴെ റെസൊല്യൂഷൻ, അത് നമുക്ക് റെസൊല്യൂഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ പ്ലേ ബാക്ക് കാണാനുള്ള സ്പീഡിനൊക്കെ വേണ്ടിയിട്ടാണ്. ഫുള്ള്, ഹാഫ്, തേർഡ് നമുക്ക് കോമ്പോസിഷൻ്റെ അകത്ത് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ടൈം കോഡ് എല്ലാം 00 തുടങ്ങുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ കോമ്പോസിഷൻ്റെ ഡ്യൂറേഷൻ കാണിക്കും. ഫസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്സ് ആണ് നമ്മൾക്കിവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്സ്, പിന്നീട് മിനിറ്റ്, പിന്നീട് അവേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോർമൽ ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ നമ്മൾ 15 സെക്കൻഡിൻ്റെ ഒരു കോമ്പോസിഷനാണ് ക്രിയേറ്റ് ചെയ്യണത്. തൊട്ട് താഴെ വന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ വേണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് വേണോ വൈറ്റ് വേണോ എന്നുള്ളത് നമുക്കിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ഓക്കെ കൊടുത്താൽ മതി.
അപ്പോൾ നമുക്ക് സൈസിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിട്ട് വരും. നമുക്ക് മൗസ് വെച്ച് സ്ക്രോൾ ചെയ്താൽ സൂം ചെയ്യാനും മിഡിൽ മൗസ് ഉപയോഗിച്ച് നമുക്ക് ബാൻ ചെയ്യാനും സ്പേസ് ബട്ടൺ ഞെക്കി ബാൻ ചെയ്യാനൊക്കെ നമുക്കത് പറ്റും. ഇവിടെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിറ്റ് സ്ക്രീൻ കൊടുത്തത് 100% നമ്മുടെ കോമ്പോസിഷൻ്റെ സൈസിലേക്ക് ഫിറ്റായിട്ട് സെറ്റ് ആയിക്കോളും. ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാം. ഇവിടെ ഇതിൻ്റെ അകത്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈസുകളുണ്ട്, ഫുള്ള്, ഹാഫ്, തേർഡ്. അത് നമുക്ക് പ്ലേ ബാക്ക്, ഇപ്പോൾ നമുക്ക് ഫുൾ ക്വാളിറ്റിയിലിട്ട് പ്ലേ ചെയ്യാൻ സ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഹാഫ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ കേട്ടോ നമുക്ക് അനിമേഷൻ്റെ ടൈമിങ് കാണാൻ പ്ലേ ബാക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ തൊട്ട് താഴെ വന്നതാണ് ലെയേഴ്സ്. ഇവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ടെക്സ്റ്റുകളായാലും ഇമേജുകളെല്ലാം എല്ലാം നമുക്ക് ഇവിടെ ലെയേഴ്സായിട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ടൈം സ്ലൈഡർ കാണാം. നമ്മുടെ 15 സെക്കൻഡ് വരെയാണ് നമുക്ക് ടൈം ഉള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ വന്നതാണ് നമുക്ക് പ്രോപ്പർട്ടി എഫക്ട്സ് പാനുകളുണ്ട് ഇവിടെ. അതുപോലെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോപ്പർട്ടീസ്, എഫക്ട്സ്, ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ, പാരഗ്രാഫ്, അലൈൻമെൻറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ തന്നെ ഷോർട്ട് കീ ആയിട്ട് എടുക്കാം. ഈ കാര്യം തന്നെ നമുക്ക് ഇവിടെ മുകളിൽ മെനു ബാറിൽ എഫക്ട്സിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് ഷോർട്ട് കീ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ടൈപ്പൊക്കെ ചെയ്ത് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പാനൽ പ്രീസെറ്റ്സ് ഉള്ളത്. നമ്മളൊരു അതിനകത്തൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ, കളറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനോ ടെക്സ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമൽ ലെയറിൽ പോയി കഴിഞ്ഞാൽ ലെയർ സെലക്ട് ചെയ്ത് നമ്മൾ ആദ്യം ഒരു കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെയറിലേക്ക് പോയതിന് ശേഷം ന്യൂ ലെയർ ഇത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ട് കീസ് ഇവിടെ ഉണ്ട്. സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കളറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോളിഡ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യം ഒരു സോളിഡ് ജസ്റ്റ് സെലക്ട് ചെയ്തു. സോളിഡ് സെലക്ട് ചെയ്തതിന് ശേഷം സോളിഡിന് എന്തെങ്കിലും പേര് കൊടുക്കുക. ഏത് കളറാണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നോർമൽ സോളിഡായിട്ടൊരു ലെയർ ക്രിയേറ്റ് ആവും. ഇതിനകത്ത് നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് 2 ഓപ്ഷനുള്ളത്. ഒന്ന് നമുക്ക് സ്പേസ് ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് വിൻഡോ പ്ലേ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നംപാഡിൻ്റെ അവിടെ 0 ഞെക്കിയാലും നമുക്കിത് പ്ലേ ആവും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂൾ ബോക്സിൽ ഒന്നെങ്കിൽ ടെക്സ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ലെയറിൽ ന്യൂ ലെയറിൽ ടെക്സ്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടുന്ന് ടെക്സ്റ്റ് ലെയർ ടൂൾ ബോക്സിൽ നിന്ന് ടെക്സ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് നോർമൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രോപ്പർട്ടീസിൽ കാണാം. ഇവിടെ ഫോണ്ട്, അതുപോലെ ടെക്സ്റ്റിൻ്റെ സൈസ്, ടെക്സ്റ്റിൻ്റെ നമുക്ക് വേണ്ട കളറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ 2 ലെയറാണുള്ളത്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ലെയറും ടെക്സ്റ്റ് ലെയറും. ഇവിടെ ഏത് ലെയറിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണാം. 1, 2 എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പറുകൾ കാണാം. ഇത് ഏത് ലെയറാണോ താഴെ മുകളിൽ കിടക്കുന്ന ആ ലെയറായിരിക്കും ഏറ്റവും ടോപ്പിൽ. ഇപ്പം നമ്മൾ ഓരോ ലെയറുകൾ എടുത്താൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓരോ ഓപ്ഷൻസ് കാണാം. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട്, ഇത് ആങ്കർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏത് ലെയർ എടുത്താലും അതിൻ്റെ ഒരു സെൻറ്റർ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് സെൻറ്റർ ഐക്കൺ എന്ന് പറഞ്ഞാൽ കാണാം. ഈ സെൻറ്റർ പോയിന്റിനാണ് ആങ്കർ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് വാല്യൂ ചേഞ്ച് ചെയ്താലും സ്കെയിൽ ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സ്കെയിൽ ചെയ്താലും കണ്ട ആ സെൻറ്റർ പോയിന്റിലേക്കാണ് അത്. ആങ്കർ പോയിന്റ് എവിടെയാണോ ആങ്കർ പോയിന്റ് അനുസരിച്ചാണ് അതിനകത്തേക്കാണ് അത് സ്കെയിൽ ആവണതും. അതേപോലെ റൊട്ടേഷൻ ചെയ്യുമ്പോഴും നമ്മുടെ ആങ്കർ പോയിന്റ് ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ട റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആങ്കർ പോയിന്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ആങ്കർ പോയിന്റ് എടുത്തിട്ട് ആങ്കർ പോയിന്റ് നമ്മൾ ജസ്റ്റ് താഴേക്ക് ആക്കുകയാണ്. ടെക്സ്റ്റ് ലെയർ ജസ്റ്റ് ഓഫ് ചെയ്യാം. ആങ്കർ പോയിന്റ് നമ്മൾ താഴേക്ക് വെച്ചു. ഇനി നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ ഒരു ഏരിയ ആയിരിക്കും റൊട്ടേറ്റ്. അതിനെ സെൻറ്റർ ബേസ് ചെയ്തിട്ടായിരിക്കും റൊട്ടേഷൻ ആയാലും സ്കെയിലായാലും നടക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആങ്കർ പോയിന്റ് കൊണ്ടുള്ള ഉപയോഗം. പിന്നെ പറയണത് പിന്നെ പൊസിഷനാണ്. പൊസിഷൻ നമുക്ക് നോർമൽ അറിയാവുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് എക്സ് വൈ 2 പൊസിഷനുള്ളത്. ഇപ്പോൾ 2D ലെയറാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2 പൊസിഷനാണ് ഉള്ളത്. ഒന്ന് എക്സ് വൈ. ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. പിന്നെ നമുക്ക് സ്കെയിൽ നോർമൽ നമ്മൾ കാണിച്ച പോലെ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് റൊട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഒപ്പാസിറ്റി കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇത്രയാണ് നമ്മൾ നോർമൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പ്രോപ്പർട്ടികൾ. നമ്മുടെ ഒരു ഇമേജോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഉണ്ടാവുന്ന സെറ്റിങ്സ് ആണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. പിന്നീട് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ലെയർ ഓപ്പൺ ചെയ്യാൻ അതിൽ ടെക്സ്റ്റ് ലെയറിൻ്റെ ഓപ്ഷൻസ് എടുത്താലും അതിന് ടെക്സ്റ്റിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ ട്രാൻസ്ഫോം ഉണ്ടാവും. എല്ലാത്തിനും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഓപ്ഷനാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ഓരോ ലെയറുകൾ എടുക്കുമ്പോൾ ലെയറിൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഓപ്ഷൻ കാണാം. ഒന്ന് ഐ ബട്ടൺ ആണ്. അത് നമുക്ക് ലെയർ ഓഫ് ചെയ്തും ഓൺ ചെയ്യാനും കാണാനാണ്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു ലെയർ, സിംഗിൾ ലെയർ മാത്രം നമുക്ക് പ്രിവ്യൂ ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലെയറുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യും, ഡോട്ടുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ മാത്രമാണ് പ്രിവ്യൂവിൽ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ലെയർ ഓട്ടോമാറ്റിക് ഓഫായി പോകും. സോളോ ബട്ടൺ ആണ് അത്. നമുക്ക് ആ സോളോ ആയിട്ട് ആ ലെയർ മാത്രമായിട്ട് കാണാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ കുറേ ലെയറുകൾ ഉണ്ടെങ്കിൽ കുറേ ഇപ്പോൾ നമ്മൾ ഇതിന് ലെയറിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിരിക്കും. കൺട്രോൾ ഡി ആണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ലെയർ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ ലെയറുകളുണ്ട്. ഇത്ര ലെയറുകളുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ലെയർ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ മാത്രമായിട്ട് നമുക്ക് വിസിബിൾ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ സോളോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. നമുക്ക് പഴയ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ഇസഡ് ആണ് അൺഡു ചെയ്യുന്നത്. നമുക്കൊരു 10-50 സ്റ്റെപ്പ് വരെ നമുക്ക് ബാക്കിലേക്ക് പോകാം എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ. പിന്നെ വരുന്നതാണ് ലോക്ക്. അത് നമുക്ക് ആ ലെയർ പിന്നെ സെലക്ഷൻ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ലെയർ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ ആയിട്ട് കിട്ടില്ല, ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് വന്നാൽ നമുക്ക് ലെയർ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ വെക്ടറുകൾ ബ്ലെൻഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് എഫക്ട്സ്, മോഷൻ, ബ്ലർ, ലെയർ ബ്ലെൻഡിങ്, 3D ലെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, പിന്നെ ബ്ലെൻഡിങ് മോഡ്, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ആണ്. ആൽഫാമാറ്റ്, പാരന്റിങ് എന്നൊക്കെ പറയണ വേറെ വേറെ ഓപ്ഷൻസുകൾ വരും. അത് നമ്മൾ ബേസിക്സ് പറഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഇനി നമ്മൾ ഒരു BG ലെയർ കൊടുത്തു, ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ മാറ്റാൻ, ടെക്സ്റ്റിനെ അനിമേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇമേജോ അല്ലെങ്കിൽ ടെക്സ്റ്റോ എന്താണെന്ന് വെച്ചാൽ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ അത് പ്രൊജക്റ്റ് പാനലിൽ വരാം. അതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ കോമ്പോസിഷനിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തിടാൻ ചെയ്യാം. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പോസിഷനും നമ്മൾ കൊണ്ടുവന്ന വീഡിയോയുടെ സൈസും വ്യത്യാസമുണ്ട്. നമ്മൾ HD ആണ് തുടങ്ങിയത്, HD ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോൻ്റെ ഡിഫറൻറ്റ് സൈസ് വ്യത്യാസമുണ്ട്. ഇതൊരു 2K റെസൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ ഒരു വീഡിയോൻ്റെ സൈസ് കറക്റ്റ് അറിയില്ല, നമുക്ക് കോമ്പോസിഷൻ അറിയാൻ, ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ വീഡിയോനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കോമ്പോസിഷൻ്റെ ഐക്കൺ കണ്ട് ഈ കോമ്പോസിഷൻ്റെ ഐക്കണിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ സൈസിൽ നമുക്ക് പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിട്ട് വരും. വീഡിയോൻ്റെ അതേ പേരിൽ തന്നെ ഒരു കോമ്പോസിഷൻ, അതേ ടൈം ലെങ്ത്തിൽ നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വരും. അതിനുശേഷം നമുക്ക് ഫയലിൽ ഇപ്പം നമ്മൾ വീഡിയോകൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്, വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് എക്സ്പോർട്ട് ഓപ്ഷനാണുള്ളത്. ഇന്നത്തെ എക്സ്പോർട്ടിൽ വന്നതിന് ശേഷം ആഡ് റെൻഡർ ക്യൂ ആണ് നമ്മൾ കൊടുക്കണം. ആഡ് റെൻഡർ ക്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്, റെൻഡർ സെറ്റിങ്സ്, ഔട്ട്പുട്ട് മോഡ്യൂൾ, പിന്നെ ഔട്ട്പുട്ടിൻ്റെ ലൊക്കേഷൻ. ഇത് എവിടേക്കാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്നുള്ള ലൊക്കേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഏത് ഫോർമാറ്റാണ് വേണ്ടതെന്ന് കൊടുക്കും. നമുക്ക് ഇത് ബെസ്റ്റ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്വാളിറ്റി കാര്യങ്ങൾ, ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഔട്ട്പുട്ട് മോഡ്യൂൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടതെന്നുള്ളത്, ഇപ്പോൾ MP4 ആണോ, AVI ആണോ, MOV ആണോ, അതോ PNG ഒക്കെ ആണ്. MOV ആണെങ്കിൽ നമ്മൾ ക്വിക്ക് ടൈം ആണ് കൊടുക്കുന്നത്. ബാക്കി MP4 H.264 ആണ്. AVI ഫോർമാറ്റ് ഉണ്ട്, ഇമേജ് JPG ഫോർമാറ്റ് ഉണ്ട്, PNG ഫോർമാറ്റുകളുണ്ട്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. പിന്നീട് നമുക്ക് നേരെ ഔട്ട്പുട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിച്ചു തരും. ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷനാണ് നമ്മളിവിടെ കാണിച്ചു കൊടുത്തതിന് ശേഷം പേരടിച്ചു കൊടുത്തതിന് ശേഷം സേവ് ചെയ്തിട്ട് നമ്മൾ റെൻഡർ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഏത് ഫോർമാറ്റിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ആ ഫോർമാറ്റിലേക്ക് റെൻഡർ ചെയ്ത് വീഡിയോ ഔട്ട്പുട്ട് കിട്ടും.
പിന്നെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ അനിമേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് ലെയർ ക്രിയേറ്റ് ചെയ്തു. ടെക്സ്റ്റ് ലെയർ ഇപ്പം നമുക്ക് കട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പം നമുക്കിത് ഫുൾ കോമ്പോസിഷനിലാണ് ടെക്സ്റ്റ് ലെയറും ഇമേജ് ലെയറൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഫുൾ കോമ്പോസിഷൻ്റെ ലെങ്ത്തിൽ തന്നെ വരാം. വീഡിയോ മാത്രം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ ഡ്യൂറേഷൻ എത്ര സെക്കൻഡാണ് എത്ര ടൈമാണോ ഉള്ളത് ആ ടൈമിൻ്റെ ലെങ്ത്തിൽ മാത്രമാണ് നമുക്ക് കാണിക്കുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ആ കോമ്പോസിഷൻ്റെ ഫുൾ ലെങ്ത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത് ആ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലെയർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 സെക്കൻഡ് മതി. ടെക്സ്റ്റ് ടൈം സ്ലൈഡർ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ലെയർ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് കൺട്രോൾ D അടിച്ച് കഴിഞ്ഞാൽ ലെയർ സ്പ്ലിറ്റ് ആയിട്ട് വരും. ലെയർ 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും അവിടെ വെച്ചിട്ട്. അതല്ല നമുക്ക് നോർമലി ലെയർ സ്പ്ലിറ്റ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ലെയർ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ മതിയെങ്കിൽ നമ്മൾ ഓൾട്ട് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ അവിടെ വെച്ച് നമുക്ക് ട്രിം ആയി കിട്ടും. അപ്പോൾ വേറെ സ്പ്ലിറ്റ് ചെയ്ത പോലെ വേറെ ലെയറും കൂടിയും വരില്ല. നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലെയറിൻ്റെ വിസിബിലിറ്റി കാണിക്കുന്നത്. ഈ ലെയറിൻ്റെ ടെക്സ്റ്റ് ലെയറിൻ്റെ ലെങ്ത്താണ് ഈ കാണുന്നത്. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇപ്പോൾ നമ്മളൊരു സെക്കൻഡിലാണ് തുടങ്ങുന്നത്, ഇതിൻ്റെ ലെങ്ത് തുടങ്ങണമെങ്കിൽ ഇവിടെ തുടങ്ങിയായിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് കോമ്പോസിഷൻ്റെ സ്ക്രീനിൽ വിസിബിളായിട്ട് വേണ്ടത്. 3 സെക്കൻഡ് വരെയാണ് നമ്മളിപ്പോൾ ടൈം ഇടുന്നത്. 3 സെക്കൻഡ് ആ ലെയറിൻ്റെ ലെങ്ത് തീർന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കട്ടായി പോകും, പ്രിവ്യൂ ഓഫായി പോകും. പിന്നെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ മോഷൻ ഗ്രാഫിക്സ് എഫക്ട്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ കീ അനിമേഷനാണ്. ഈ അനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ഓരോ വാല്യൂസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ ഐക്കൺ കാണാം. ഈ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഐക്കൺ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഐക്കണുള്ള വാല്യൂകളെല്ലാം നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ചിൻ്റെ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കീ അനിമേഷൻ ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ വാല്യൂകൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടെക്സ്റ്റ് അനിമേഷൻ ആയാലും മോഷൻ ഗ്രാഫിക്സിൽ ക്യാരക്ടർ അനിമേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണത്. ഈ കീ അനിമേഷൻ ചെയ്യുമ്പോൾ ഇതിനെല്ലാം ഓരോ വാല്യൂകൾക്ക് നമ്മൾ കീ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് അനിമേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ടെക്സ്റ്റിന് അനിമേഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നു നമ്മൾ സ്കെയിൽ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അതിന് 100 എന്നാണ് വാല്യൂ എടുക്കുക. നമ്മൾ 0 കൊടുത്തു, അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരു കീ വന്നു. ഇനി നമ്മൾ 3-ാമത്തെ സെക്കൻഡിലേക്ക് നമ്മളതിനെ മൂവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വാല്യൂ ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൂട്ടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കീയും കൂടി വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ 0 നോർമൽ ഇവിടെ കൂടി 100ലേക്ക് എത്തും. അപ്പോൾ അത് നമുക്ക് നോർമൽ ഒരു അനിമേഷൻ പോലെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് നമുക്ക് നോർമൽ. ഇതേപോലെ നമ്മൾ ഓരോ വാല്യൂകൾക്കും അനിമേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്താ ചെയ്യണത്, മോഷൻ ഗ്രാഫിക്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. 1-2 കീകൾ കൊടുക്കും, ഒരെണ്ണത്തിന് മാത്രമല്ല. ഇപ്പം നമ്മൾ ഇതിന് കൊടുത്തു, അപ്പം നമ്മൾ സ്കെയിലിന് കൊടുത്തു, ഇനി നമ്മൾ ഒപ്പാസിറ്റിക്ക് കൊടുക്കാണ്ട് വിചാരിക്കും. അപ്പം നമ്മൾ ഒപ്പാസിറ്റിക്ക് എടുത്തു സ്റ്റാർട്ടിങ് കീ നമ്മൾ 0 കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിവിടെ എൻഡിൽ വന്നു, എൻഡ് പോർഷനിൽ ഇവിടെ പകുതിക്ക് എത്തിയപ്പോൾ നമ്മൾ വീണ്ടും വാല്യൂ 100 ആക്കി. അപ്പം നമ്മളിനി പ്ലേ ചെയ്യുമ്പോൾ സ്കെയിലിൻ്റെ ഒപ്പം ഒപ്പാസിറ്റിക്കും കൂടി കീ വരും. നമ്മൾ ക്വാളിറ്റി കുറച്ച് ഫുള്ളാക്കിയിടുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ഇല്ലാത്ത കണ്ടോ. ഇത് നമ്മൾ 0 അടിച്ച് പ്ലേ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതെല്ലാം ഈ പോയിന്റുകളെല്ലാം ഒന്ന് ലോഡാവും. ഈ ഗ്രീൻ കളർ വന്നതിന് ശേഷം 0 അല്ലെങ്കിൽ സ്പേസ് അടിക്കുമ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും നമുക്ക് ആക്ച്വൽ ടൈം. നമ്മൾ റെൻഡർ ചെയ്ത വീഡിയോക്ക് ഉള്ള കറക്റ്റ് ടൈമിങ് അറിയണമെങ്കിൽ നമ്മൾ ഈ ഫുള്ള് ഗ്രീൻ ലോഡ് ആയതിനു ശേഷം പ്ലേ ആവണതായിരിക്കും നമുക്ക് ആക്ച്വൽ റെൻഡറിങ് ടൈം പ്രിവ്യൂ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് എന്താ പറയുക ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു ബേസിക്സ് പരിപാടി എന്ന് പറഞ്ഞാൽ. ടൂൾസും പിന്നെ ഓരോരോ ടൂൾസുകൾ എന്താണെന്നൊക്കെ പറയാം. അത് നമുക്ക് ഓരോന്നോരോന്ന് വഴിയെ പറയാം, ഓരോ ടൂൾസ് എന്തിനാണ് യൂസ് ചെയ്യണത്. ഇപ്പം നോർമലായ ഒരു ബേസിക്സ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് ടെക്സ്റ്റുകളും ഇമേജുകളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബേസിക്സ് രീതിയാണ്. ഇതാണ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഇനി ഓരോ ടൂളുകൾ പഠിക്കാനുണ്ട്, ഓരോ എഫക്ട്സുകൾ പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ലൈവിലായിട്ടായാലും അല്ലാതെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. അടുത്ത ലൈവിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോകൾ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.